ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാ വന്നിക്കണേ. എന്താ വെച്ചാൽ ആ നിക്കണ ആളെ കണ്ടോ, ഓന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ആൾക്കത് അറിയില്ല കേട്ടോ. ബർത്ത്ഡേ എന്നുള്ള വിവരമൊന്നും ആളേക്ക് ഒരു പിടുത്തല്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത്. ആളില്ലാതെയാണ് കേട്ടോ പെയ്ക്കണത്. അപ്പൊ ആൾക്കൊരു പാൻറ്റും ഷർട്ടും ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടാണ് പെയ്ക്കണത്. അപ്പൊ ഞാൻ എൻ്റെ അളവിന് വെച്ച് നോക്കട്ടെ. ആളിൻ്റെ ഒക്കെ അത്ര ആയിട്ട് വരൽ തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഓനിൽ ഓരോ ഗിഫ്റ്റുകൾ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അതാ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പിന്നെ ലാസ്റ്റ് ബില്ലാക്കിയപ്പോഴാണ് അവൻ്റെ ബിൽറ്റൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിൽറ്റും കൂടി വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അത് വാങ്ങിയിട്ടത്. ഇവിടെ അടുത്തനാട്ട ഞങ്ങളടുത്ത് തന്നെ പിന്നെ DJ പറഞ്ഞിട്ടൊരു കട ഉണ്ടായി എന്നാണ് എടുത്തുക്കണത്. അങ്ങനെ അതൊക്കെ എടുത്തുങ്ങാണ്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ അവൻ്റെ പെങ്ങളെ ഭാഗവന് പിന്നെ ഇതാണ് ബൂട്ടാണ് കേട്ടോ. അവൻ്റെ ബൂട്ട് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ബൂട്ടും വാങ്ങണം എന്ന് പറഞ്ഞങ്ങാണ്ട് അപ്പം അങ്ങനെ ഒരു ബൂട്ട് ഓൻ അറിയാതെ കേട്ടോ ഞങ്ങൾ വാങ്ങണത്. പക്ഷെ ഇത് കൊണ്ടുപോയപ്പോൾ ഭയങ്കര എന്താ ഇതേനു. എന്ത് വെച്ചാല് ഈ ആകെ പേച്ച് പോണ്. പിന്നെ വലിപ്പം കമ്മിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു പോന്നിരുന്നു, ചിലപ്പോൾ നാളെ തന്നെ ഇങ്ങോട്ട് വരും, ഇത് റിട്ടേൺ അടിച്ചാൻ പറ്റിയിട്ടില്ലെങ്കിലും വലിപ്പം കമ്മിയാണെങ്കിലും എന്ന് പറഞ്ഞ് പോന്നിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളിതാ ബീഫൊക്കെ വാങ്ങി. കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ കുറച്ച് ആഘോഷമായി ഇക്കുറി കേട്ടോ. അപ്പം എന്താ വെച്ചാൽ പിന്നെ അവൻ്റെ കാക്കു ബാംഗ്ലൂരേനു, ഓൻ അവിടെ ഊബർ ഓടാൻ പോയതല്ലേ. അപ്പോൾ അവിടുന്ന് ഓനും അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട് ഓർക്ക് പഴംപൊരിയും ബീഫ് കറിയും വേണം പറഞ്ഞങ്ങാണ്ട് അതൊക്കെ വെക്കാലോ ഓരോ പരിപാടിയിലാണ് കേട്ടോ. അപ്പം അതിനില്ല സവാള അതാളൊക്കെ അരിഞ്ഞും പിടിച്ചിട്ടും തൊലിച്ചിട്ടൊക്കെ അങ്ങനെ ഓരോന്ന് ഇരിക്കാണ് കേട്ടോ നമ്മൾ. പിന്നെ അതൊക്കെ നമ്മൾ കുക്കറിലാക്കി ആദ്യം വേവിക്കാണ്ട് പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ നമ്മൾ ശർക്കര വെള്ളത്തിലിട്ടുങ്ങാണ്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുങ്ങാണ്ട് അതിൻ്റെ ഇത് അലിയിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്നെങ്കിൽ അരിച്ച് കഴിഞ്ഞാൽ അതിലില്ല എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ആരും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകുമല്ലോ. പിന്നെ ഞാൻ ബീഫിക്കില്ല പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ പിയ്യണത്. അരിപ്പിയിൽ അരിച്ചാൽ കിട്ടൂല കേട്ടോ. അപ്പം ഞാൻ നല്ലൊരു പോളിസ്റ്ററിൻ്റെ ഒരു നമ്മളെ ഷാളൊക്കെ ഉണ്ടാവൂലേ, ജേഴ്സി ഷാൾ, അതേപോലത്തെ ഷാൾ വെച്ചിങ്ങാണ്ട് അതിൽ ആണ് കേട്ടോ ഞാൻ ആ പിഴിഞ്ഞെടുക്കണം. എന്നാൽ നല്ലോണം കിട്ടും കേട്ടോ, നമുക്ക് ശരിക്ക് വെള്ളം ഫുള്ള് അതിന് കിട്ടും കേട്ടോ. പിന്നെ ഞാനിതാ ബീഫ് കറിയൊക്കെ റെഡിയാക്കി. എടുക്കണമൊന്നും കുറേ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, ആകെ തിരക്കായത് കാരണം ഒക്കെ സ്വീപ്പായി. പിന്നെ ഇതാ ഉള്ളി ഇതാക്കിങ്ങാണ്ട് വറുത്ത് ഉള്ളിയും പിന്നെ ഉണക്കമുളകും ആ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അതൊക്കെ വറുത്ത് ഇതാക്കിങ്ങാണ്ട് അതിലേക്ക് ഇടുന്നത്. എൻ്റെ ചട്ടി കണ്ടിട്ട് ആരും കുറ്റം പറയാൻ നിൽക്കണ്ട. നമുക്ക് ഓരോ ചട്ടികൾ ഓരോ തൃപ്പതിയല്ല. എനിക്ക് ഇതിലൊക്കെ അങ്ങോട്ട് പിന്നെ ഉള്ളി ഇതൊക്കെ തൂമിക്കാൻ ഇതിനൊക്കെ അങ്ങനത്തെ ചട്ടി കിട്ടിയാലോട്ട് നടക്കുക. അല്ലാതെ എനിക്ക് എല്ലാ വലിയ ചട്ടി അങ്ങനത്തെ ഒക്കെ ഒന്ന് വെച്ച് കണ്ടുകൂടാ കേട്ടോ. അപ്പം ഞാൻ അതാണ് ആ ചട്ടി ഒഴിവാക്കാത്തത്. എത്ര തേച്ചെങ്കിയാലും അങ്ങനെ കളർ വരുള്ളൂ. അപ്പോൾ അതാ ബീഫറൊക്കെ അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ ഞാൻ പഴംപൊരി ചുടാനുള്ള പരിപാടിയിലാണ്. അതിനുള്ള സൺഫ്ലവർ ഓയിലിൻ്റെ ഇത് വെട്ടി ഞാൻ അതിക്ക് തന്നെ പാർന്നു കേട്ടോ. കാരണം അത്യാവശ്യം എണ്ണ വേണം. 3 കിലോത്തോളം പഴം ഉണ്ട് കേട്ടോ. ഓല് 5-6 ആൾ ഓലും ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മിപ്പിയും പിന്നെ നാത്തൂനും കുട്ടി അങ്ങനെ ഓലും വരുന്നുണ്ട്. പിന്നെ എൻ്റെ മോൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കുട്ടികൾ ഓലും ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കുറച്ച് ചിക്കൻ കറിയും വെച്ചു കേട്ടോ, കാരണം ഇപ്പാക്ക് ബീഫ് പറ്റൂല. അപ്പം ഞാൻ ചിക്കൻ കറിയും കുറച്ച് വെച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ പഴംപൊരി ചുടുന്നു. തകൃതായിട്ട് പണികളൊക്കെ ഓരോന്ന് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ചുട്ടിട്ടു. ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടിട്ടും കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഇവിടെ വണ്ടിമെന്ന് 4 ദിവസം മുന്നൊന്ന് വീണ് കാലുമൊക്കെ ആകെ മുറി ആയിങ്ങാണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഓൻ്റെ ഫ്രണ്ട്സുകളാണ് ഇട്ടത്. ഓൻ എന്തോ ഒരു പണി കൊടുക്കാൻ വേണ്ടിങ്ങാണ്ടാണ് ഓലാ നിൽക്കണത് കേട്ടോ. അത് ഓൻ്റെ പെങ്ങള് വീഡിയോ എടുത്തുക്കണം. ഓക്കറിയിട്ടോ എന്താ ചെയ്യണേന്നുള്ളത്. ഇവനെയൊക്കെ ഒരു പിടുത്തമല്ല. ഇവതാ അന്തം കണ്ട പെരിച്ചായിൻ്റെ മാതിരി ഇങ്ങനെ വിട്ട് നിൽക്കുക. അപ്പൊ ഇവരെ എന്താ പണിയെന്ന് അറിയതാ, നല്ല മുട്ട കൊടുന്ന് തലയിലിട്ട് അടിച്ചാകെ നാറ്റിച്ചിട്ടോ. നാറ്റി പരിപാടികൾ കാട്ടിക്കൂട്ടുകയാണ് പോലെ കേട്ടോ. ഓൻ്റെ കൈയൊക്കെ പിടിച്ചതാ. പിന്നെന്താണ് അതാ 2 മുട്ടയെന്ന് തോന്നുന്നു. പിന്നെ അതാ തക്കാളി, നല്ല ചീഞ്ഞളിഞ്ഞ സ്മെല്ലില്ല തക്കാളിയൊക്കെ അങ്ങനെ എടുത്തിട്ട് ആകെ പിന്നെ മൈദപ്പൊടി ഓനങ്ങോട്ട് കുളിപ്പിച്ചു എന്ന് പറയാലോ. അങ്ങനെ അങ്ങോട്ട് കുളിപ്പിച്ച് ഓനങ്ങോട്ട് ചാറും ചക്കയൊക്കെ ഇട്ടോ. പിന്നെയാണോ അവൻ്റെ പ്രതികരണം വരുന്നത്. മക്കളെ ഇതാ കണ്ടോളിട്ടോ, പുലിമുരുകൻ നീക്കുന്ന മാതിരി അവൻ അങ്ങനെ നീച്ചു വരുന്നത് കണ്ടോ. അതെന്തിനാണെന്ന് അറിയോ, ഓൽക്കില്ല പണി 8ന്റെ പണി കൊടുക്കാനാണ്. പിന്നെ അതാ പുറത്തെ പൈപ്പ് പോയിട്ട് ആളെ തലയും മുഖമൊക്കെ നല്ലോണം കേകി എടുക്കണ്ട, കാരണം ആ മുട്ടന്റെ സ്മെല്ല് പോണല്ലോ. പിന്നെ ദബ്ബൽ ഇവിടെ റോട്ടിലിട്ടിട്ട് ഓലെ ഇങ്ങനെ പൊരിച്ചെടുക്കാണ് കേട്ടോ ഓന്. കാരണം ഓന് കൊടുത്ത പണിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ ഓൽക്കുന്നതാണ്. ദബം കുറെ മണ്ടി കഴിച്ചിലാകാൻ നോക്കണ്ട്, പക്ഷെ കജ്ജണില്ല. ഓന്റെ മുറിയൊക്കെ കാറ്റിൽ പറന്നതുപോലെ പോയിട്ടോ. അപ്പൊ ഓൻ നിക്കണ കണ്ടപ്പോ കരുതിയില്ല ഓന് ഭയങ്കര മുറിയാണെന്ന്. എവിടെ പിന്നെ ഓന്റെ ഉക്കിരായ്മകൾ കണ്ടില്ലേ. പിന്നെ അതാ എല്ലാരും പാടെ കൂടി കേക്കൊക്കെ കൊടു നല്ലൊരു പിന്നെ ഓന്റെ എന്ത് BMW എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോ ഇതൊക്കെ വെച്ച് അതിന്റെ കാറൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് അധികം എമൗണ്ട് പോലെ ഞങ്ങളേക്കൊന്ന് വാങ്ങിച്ചിട്ടോ. അത് കുറച്ച് അധികമായിട്ടോ അത് 1400 വാങ്ങിച്ചിട്ടോ ആ കേക്കിന് ഞങ്ങളേക്കൊന്ന് പോലെ. അത് ഞങ്ങൾ പറഞ്ഞ മാതിരിയോട്ട് ആയതും ഇല്ല കേട്ടോ. കേക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഡിസൈനിലല്ല തന്നിക്കണ്. ഇത് കണ്ടോ, ചെറിയ ആൾ അപ്പൊക്കെ അവിടെ ഇരുന്നങ്ങാണ്ട് ഇതാ കഷ്ണം വെട്ടി അത് കണ്ട് ചാടി.
വലിയ കേക്കല. അപ്പൊ ചെറിയ പീസ് വെട്ടേന്ന് ഞാൻ അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ട്. പക്ഷെ ഓനത് മനസ്സിലാവണ്ടേ. പിന്നെ അത് അപ്പൊക്കെ ഓന്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഓൻ ഓരോന്ന് എല്ലാവർക്കും കൊടുത്തിട്ട് ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുണ്ട്. എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ എല്ലാവർക്കും കൊടുത്തു. ചെറിയ ആള് കണ്ട ആദ്യം ഓനാട്ടോ കൊടുത്തത്. ഓനെ പിന്നെ അങ്ങനത്തെ കാര്യത്തിനൊക്കെ ചില ടൈമിനൊക്കെ ഭയങ്കര ഉസാറാട്ടോ. ചിലപ്പോൾ ആള് ഭയങ്കര പോക്കിരിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് പിന്നെ അതാ കത്തി നമ്മൾ കജ്ജിലാക്കി. കത്തില്ലാത്ത പരിപാടി ഒരിടത്തില്ല കേട്ടോ. പിന്നെ അതാ എന്നെ വിളിച്ച് എനിക്കൊരു കഷ്ണമൊക്കെ തന്ന്. പിന്നെ ഞാനിതാ ഓനിക്കും കൊടുത്തു. അങ്ങനെ അതാ ഓന്റെ പെങ്ങള് വന്നു, ഓക്കും കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഓനങ്ങനെ ഓരോന്ന് എല്ലാവർക്കും കൊടുത്തും കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ അതാ അത് ഓൻ്റെ ഒരു താത്തയാണ്, ഇതിനും കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഓന് കേക്ക് മുറിച്ച് കൊടുക്കുന്നുണ്ട്, ഓനും കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ അടിയിൽ കൂടി ഓന്റെ മേത്ത് കൂടി പാലാക്രമം കാട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ. അതിനാണ് പോയി പിക്ചർ വെച്ച് മറിച്ചിക്കണത്. അതെന്താന്ന് വെച്ചാല് ഓന്റെ മുഖത്ത് കൂടി എല്ലാവരും തേച്ചു കൂട്ടി. അപ്പൊ നമ്മൾ യൂട്യൂബിൽ ഇടുന്ന ഒരു മോശമല്ലേ. പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു തേച്ചതൊക്കെ അതിൽ പെട്ടു കേട്ടോ. അധികം അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞു. പിന്നെ അതിന്റെ ആങ്ങളുടെ വൈഫാണ് കേട്ടോ. ഓലും വന്നിരുന്നു. ഇമ്മ വന്നിട്ടുണ്ടായില്ല കേട്ടോ. ഉമ്മക്ക് ചെറിയൊരു അസ്വസ്ഥത എന്തൊക്കെ ക്ഷീണാണ് പറഞ്ഞിട്ട് ഉമ്മ പോകുന്നില്ല കേട്ടോ. അപ്പൊ നാത്തൂനും ഉപ്പയും കുട്ടിയും പാടെ കേട്ടോ പോകുന്നത്. അങ്ങനെ ഓലും പോന്നു വന്ന് ഓൽക്കൊക്കെ കൊടുത്തിട്ടു. അപ്പൊ ഓളും ചെറുതായിട്ടൊന്ന് എടുത്ത് തേമ്പിക്കണേ. വലിയ ഏകദേശം മുഖം അങ്ങോട്ട് ഫിനിഷ് ആക്കി കൊടുത്തുട്ടോ ഓള്. അങ്ങനെ ഓളതങ്ങനെ ചെയ്തെങ്ങാണ്ട് ഓള് പോയിട്ടോ. പിന്നെ പുറത്ത് പിന്നെ ഓന്റെ വാപ്പാന്റെ 2-3 കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ ഓൽക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോയതാണ്. അപ്പൊ ഓൽക്കും കൊടുത്തു പോന്നു. പിന്നെ അത് ഓന്റെ വാപ്പാനെ വിളിച്ചോടുന്ന് വാപ്പാക്കും ഒക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ വാപ്പാക്കും കൊടുത്തു. മധുരമൊന്നും പറ്റൂല, ഷുഗർ ഇല്ല ആളാണ്. എന്നാലും കൊടുത്തതൊക്കെ വാരി വലിച്ച് തിന്നണുണ്ട്. പിന്നെ അതാ ഓരോരുത്തരായിട്ട് ഓന് ഗിഫ്റ്റ് കൊടുത്തുട്ടോ. ഞാൻ കൊടുക്കേണ്ട ഗിഫ്റ്റ് ഒക്കെ അതാ ഈ പോക്കിരി കേട്ടോ കൊടുക്കണത്. ഓനെ ഉള്ളൂ എല്ലാത്തീനും. പിന്നെ അതാ പെങ്ങളെ വക നല്ലൊരു ബൂട്ട് കൊടുത്തു. പിന്നെ അതാ നാത്തൂനൊരു ഫ്രെയിമാണ് കേട്ടോ കൊടുത്തത്. ഓന്റെ ഫോട്ടോ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഓല് കൊടുത്തത് കേട്ടോ. അങ്ങനെ അത് കൊടുത്തു. പിന്നെ ഓന്റെ ഫ്രണ്ട്സുകൾ ഓനെ ഇതാണല്ലോ കുറേ കുഞ്ഞു കുഞ്ഞു കാറുകൾ. ഇപ്പൊ അതിന്റെ ഒക്കെ ഒരു ട്രെൻഡല്ലേ നടക്കണത്. അപ്പൊ അത് 3 ഓലും കൊടുത്തു കേട്ടോ. അങ്ങനെ കൊടുത്തതാ ഭക്ഷണമൊക്കെ ഞാൻ മേശമൊക്കെ റെഡിയാക്കി വെച്ച് പഴം പൊരിച്ചതും ബീഫ് കറിയും ചിക്കൻ കറിയും പിന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറും വെച്ചിരുന്നു.